ഹൈ ഫ്രണ്ട്സ്, ഇപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലെത്തി നമ്മുടെ ന്യൂഫർ ജപ്പോണിക്ക എന്ന് പറഞ്ഞൊരു വാട്ടർ പ്ലാന്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത നമ്മുടെ സാധാ ആമ്പൽ പോലെയല്ല. സാധാ നമ്മളിപ്പോൾ എക്സാമ്പിൾ നമ്മുടെ ആമ്പലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലീവ്സ് എക്സാമ്പിൾ ഇതെങ്ങനെ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് ഇവിടെ കിടക്കും. പക്ഷേ നമ്മുടെ ന്യൂഫർ ജപ്പോണിക്ക എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത, ഈ ഒരു പ്ലാന്റ് വെള്ളത്തിൽ ഇങ്ങനെ അത് ഫ്ലോട്ട് ചെയ്ത് കിടക്കില്ല. ഈ പ്ലാന്റിന് ഇഷ്ടം ഇങ്ങനെ നിൽക്കാൻ വേണ്ടി നമുക്കിത് ഔട്ട്ഡോറായിട്ട് ഗാർഡനൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി പ്ലാന്റാണ് ഈ ന്യൂഫർ ജപ്പോണിക്ക. ഇതിൻ്റെ ലീഫ് കാണുമ്പോൾ ചിലർ പറയും ഇതെന്ത് ലീഫ്, ഒരു ആരോ ഹെഡ് പോലത്തെ ലീഫ്, ഇതിന് ആരോ ഹെഡ് ജപ്പോണിക്ക എന്നും പറയാറുണ്ട്. സാധാരണ ന്യൂഫർ ജപ്പോണിക്ക അല്ലെങ്കിൽ യെല്ലോ വാട്ടർ ലില്ലി എന്ന് ഇതിനെ അറിയപ്പെടും കേട്ടോ. ഓക്കെ, അപ്പോൾ മഞ്ഞ ആമ്പലുകൾ വാങ്ങാൻ വലിയ എമൗണ്ട് പൈസ എന്നൊക്കെ പറഞ്ഞ് ചിലർ വാങ്ങാറില്ല. സോ അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി പറ്റിയൊരു പ്ലാന്റ് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിപ്പോൾ നിറച്ച് കളക്ഷൻ ആയിട്ടുണ്ട്. പണ്ടെൻ്റെ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അത്യാവശ്യം കളക്ഷൻ ആയിട്ടുണ്ട്. ഒന്നിൽ നിൽപ്പോൾ ഇത് രണ്ട്. അത്യാവശ്യം വെയിലില്ലാത്ത പ്ലേസിലൊക്കെ ഞാനിപ്പോൾ ഈ ഒരു പ്ലാന്റ് കൂടുതൽ ചെയ്യണം. അത്യാവശ്യം ഓവർ വെയിൽ ഇതിന് ആവശ്യമില്ല. സോ നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷനായിട്ട് ഈ പ്ലാന്റ് എടുക്കാൻ വേണ്ടി പറ്റും. എന്താ അതിൻ്റെ വിത്താണ് ഉണ്ടായത്. അപ്പോൾ നമുക്ക് എന്തായാലും വിത്ത് കാണിച്ച് നമുക്ക് പൂ കാണിക്കണമല്ലോ. പൂ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തത് തന്നെ ഇതിൻ്റെ. യെസ്, പറഞ്ഞാൽ വിശ്വസിക്കില്ല. അതിൻ്റെ ഫ്ലവർ അത്യാവശ്യം ഒരു നല്ലൊരു വൈറ്റ് അല്ലേ, നമ്മൾ യെല്ലോ ടെക്സ്ചറാണ്. കണ്ട അതിൻ്റെ ബ്യൂട്ടി ഉണ്ടോ? നമ്മൾ സൈഡിൽ നോക്കുമ്പോൾ അതിൻ്റെ വ്യൂ ഇതാ ഇങ്ങനെയാണ്. കണ്ട ഈ സൈഡിൽ നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് അത്യാവശ്യം എന്താ ലീഫുകൾ നമ്മൾ അടിയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെ നമ്മൾ അടിയിൽ കൂടെ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഇതുണ്ടാകും. ഇതിൻ്റെ നമുക്ക് ഈ ഒരു പ്ലേസ് നമ്മൾ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ലീഫിൻ്റെ അടിഭാഗത്തൊരു പ്രത്യേക ബ്യൂട്ടി ഉണ്ട്. അതിൻ്റെ നമ്മൾ അടിഭാഗം ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. കണ്ട വേറൊരു തരത്തിലാണ് അതിൻ്റെ നമുക്ക് ആ ലീഫും, പിന്നെ ആ വെള്ളത്തിനകത്തായിരിക്കും അതിൻ്റെ ലീഫിന് വേറൊരു കളറുണ്ട്. ഒരു യെല്ലോയിഷ് നമ്മളൊരു ബ്രൗൺ കളറാണ്. സാധാരണ വെള്ളത്തിന് അടിയിൽ കിടക്കുന്ന ലീഫിനൊക്കെ ആ ഒരു കളർ ടെക്സ്ചർ വരാറുണ്ട്. പിന്നെ ഇത് അതിൻ്റെ ഫ്ലവറാണ്. അപ്പോൾ ഇതിൻ്റെ പേര് ന്യൂഫർ ജപ്പോണിക്കയാണ്. ഇതിൻ്റെ പ്ലാന്റ് പുതിയ പ്ലാന്റ് ആവുന്നതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വിത്തിൽ നിന്ന് പൊടിക്കാറുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ തൈകളായി ഇങ്ങനെ കിഴങ്ങിന് തൈകളായിട്ട് വരും. ലാസ്റ്റ് ഞാൻ ഒരു പ്ലാന്റ് ഒരു 3 വർഷമായ ഒരു വലിയ പ്ലാന്റ്, മദർ പ്ലാന്റ് എൻ്റെ കയ്യിലിരുന്നു. ആ പ്ലാന്റിനെയാണ് ഞാൻ ഇളക്കിയപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടിയത്. അതിൽ ഞാൻ കുറേ ആക്കി റിപ്പീറ്റ് ചെയ്തതാണ്. പക്ഷേ ഈ പ്ലാന്റ് ഒത്തിരി എൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞാൽ സെയിൽ ചെയ്യാൻ ഇല്ലാത്ത സമയത്ത് ഒത്തിരി ഒരു ഓർഡർ ഉണ്ടായിരുന്നു, പക്ഷേ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴാണ് സാധനം നമുക്ക് കൊടുക്കാൻ വേണ്ടി അത്യാവശ്യം കുറച്ചുണ്ട്. വലിയ റേറ്റൊന്നുമില്ല, വലിയ പ്ലാന്റാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയുള്ളത്. ഓക്കെ, അത് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റാണ്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലത്തുള്ള വാട്ടർ പ്ലാന്റ്സ് സ്നേഹിക്കുന്നവർക്ക് വാട്ടർ പ്ലാന്റ്സിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ എൻ്റെ കയ്യിലുണ്ട്. അതിനങ്ങനെ കളക്ഷൻ ആക്കാൻ പറ്റി നിങ്ങൾ ഓരോരുത്തർ ഇതുപോലെ കാണുന്നവർ മേടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുക. നമ്മൾ ഓൾ ഇന്ത്യ ലെവൽ കൊറിയർ അയക്കുന്നുണ്ട്. ഇതുപോലെ മറ്റൊരു നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് ഗോയിങ് ടു സൈനിങ് ഔട്ട്. ബൈ ബൈ.